ഇത് പരിപാടി ബുക്ക് ചെയ്ത സമയത്ത് സർവകലാശാലയുടെ ചട്ടങ്ങളും നിയമങ്ങളും അനുശാസിക്കുന്ന അണ്ടർടേക്കിംഗ് തന്നെങ്കിൽ മാത്രമേ നൽകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കത്ത് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ എഗ്രിമെൻ്റ് അവർ ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ആ ഒപ്പിട്ട് തന്നതിൻ്റെ ലംഘനമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. സർവകലാശാല ഇതിനൊരു നിയമാവലി, സെനറ്റ് ഹാൾ അനുവദിക്കുന്നതിന് ഒരു നിയമാവലി കൊടുത്തിട്ടുണ്ട്. ആ നിയമാവലി അംഗീകരിച്ച് നൽകിയ നിയമാവലി അനുസരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അല്ല, സംഘാടകർ ഇവിടെ ഒരു പടം വെച്ചിട്ടുണ്ട്. ആ പടം ഇതിനകത്ത് നമ്മുടെ ഒരു നിയമപരമായോ മതപരമായോ രാഷ്ട്രീയമായോ മറ്റാചാരങ്ങളോ ചിഹ്നങ്ങളോ ഒന്നും തന്നെ ഈ സെനറ്റ് ഹാള് കൊടുക്കുമ്പോൾ പാടില്ല എന്നുള്ളതാണ് നമ്മൾ നിഷ്കർഷിക്കുന്ന. എനിക്കറിയില്ല, അവരോട് പറഞ്ഞിട്ടുണ്ട്. അതില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതറിയില്ല, അവരോട് പറഞ്ഞിട്ടുണ്ട്. സർവകലാശാലയുടെ നിയമം അനുശാസിക്കുന്നില്ല. നിയമം അനുശാസിക്കാത്ത ഒരു കാര്യവുമായി എനിക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം തന്നെ അവരെ അറിയിച്ചിട്ടുണ്ട്. അല്ല, നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ. അല്ല, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മതപരമായ ചിഹ്നങ്ങളോ ആചാരങ്ങളോ അതിൻ്റെ മാതൃകകളോ നിയമാവലി പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ശരി, ആയിക്കോട്ടെ. ശരി, ഓക്കെ, താങ്ക് യു. ഭരതാംബയുടെ ചിത്രത്തെ വീണ്ടും അവഹേളിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ. രജിസ്ട്രാർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നിലപാടിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് രജിസ്ട്രാറും വ്യക്തമാക്കുന്നത്. നിയമാവലി അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകൂ. ഇത് കൃത്യമായി സംഘാടകരെ, പരിപാടി അവതരിപ്പിക്കുന്നവരെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള നിലപാട്. എന്നാൽ ഭാരതാംബയുടെ ചിത്രമാണ്, അതിനെ അവഹേളിക്കുന്ന സമീപനം എന്തിനെ പിണറായി സർക്കാർ ആവർത്തിക്കുന്നു എന്നതാണ് പ്രസക്തമാകുന്ന ചോദ്യം. ഒപ്പം SFIക്ക് DYFI പ്രവർത്തകർക്ക് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് പോലീസും സ്വീകരിക്കുന്നത്. രജിസ്ട്രാറുടെ നിലപാടുകൾക്ക് സർക്കാരിൻ്റെ സംരക്ഷണം, പോലീസിൻ്റെ സംരക്ഷണം, SFI DYFI ധാർഷ്ട്യത്തിന് ഇവരുടെ സംരക്ഷണം എന്തിന് എന്നുള്ള ചോദ്യമാണ് പ്രസക്തമാകുന്നത്. ഏതായാലും ഭാരതാംബയുടെ ചിത്രത്തെ പിണറായി സർക്കാർ വീണ്ടും അവഹേളിക്കാൻ അല്പസമയത്തിനകം തന്നെ ഗവർണർ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവിടെ എത്തിച്ചേരും. ഗവർണറെ തടയും എന്നുള്ള ഒരു നിലപാടാണ് SFI സ്വീകരിക്കുന്നത്. ഒരു സംഘർഷം ബോധപൂർവം സൃഷ്ടിക്കാനുള്ള ഒരു നീക്കമാണ് SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും ഗൗരവമുള്ള വസ്തുത. ഇതിന് സംരക്ഷണമൊരുക്കുകയാണ് പോലീസും സർവകലാശാല അധികൃതരും ചെയ്യുന്നത്. പ്രശാന്ത്, അല്പസമയം മുമ്പ് രജിസ്ട്രാർ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയുണ്ടായി. എന്തൊക്കെയാണ് പ്രധാനമായും അദ്ദേഹം സൂചിപ്പിച്ചത്? KP സുരേഷ്, ഈ വേദിയിൽ നിന്നും ഈ ഭാരതമാതാവിൻ്റെ ചിത്രമടക്കം മാറ്റണമെന്നൊരു നിലപാടാണ് ഇപ്പോൾ സർവകലാശാല രജിസ്ട്രാറിൻ്റെ ഭാഗത്തുണ്ടായത്. അദ്ദേഹം ഈ സർവകലാശാല നിയമങ്ങളും ചട്ടങ്ങളും അടക്കം ഈ ഹാള് ബുക്ക് ചെയ്ത സമയത്ത് ഈ ചട്ടങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ആ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നടപടിയാണെന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു എന്ത് നിയമവിരുദ്ധതയാണ്, അല്ലെങ്കിൽ എന്ത് മതചിഹ്നങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു എന്ത് മതചിഹ്നമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു ഉത്തരം നൽകുവാൻ സർവകലാശാല രജിസ്ട്രാർ നമുക്ക് നൽകിയില്ല. അദ്ദേഹം അതിൽ നിന്നും ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. പലവട്ടം ഈ ചോദ്യം ആവർത്തിക്കുകയും ചെയ്തു. എന്തുതരം മതചിഹ്നമാണ് അല്ലെങ്കിൽ എന്ത് വിരുദ്ധതയാണ് ഈ ഭാരതമാതാ ചിത്രത്തിലൂടെ അങ്ങ് കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം നൽകുവാൻ രജിസ്ട്രാർ തയ്യാറാകുന്നില്ല. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കുന്നത് ഇതിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളൊരു ഇടപെടലാണ് ഈ വിഷയത്തിൽ നടന്നിരിക്കുന്നതെന്ന് തന്നെയാണ് വേണം രജിസ്ട്രാറുടെ വാക്കുകളിലൂടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതും സർവകലാശാല സെനറ്റ് ഹാളിൽ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ ആ പരിപാടിയുടെ സംഘാടകരാണ് അവിടെ എന്ത് ചിത്രമാണ് ഉപയോഗിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എന്നാൽ അതിന് തികച്ചും ഘടകവിരുദ്ധമായൊരു സമീപനമാണ് ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത് ഈ യൂണിവേഴ്സിറ്റിക്ക് അകത്തും, അതായത് സെനറ്റ് ഹാളിൽ ഈ സമ്മേളനം നടക്കുന്ന ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട പരിപാടി നടക്കുന്ന സ്ഥലത്തും അതോടൊപ്പം തന്നെ അതിന് പുറത്തും പ്രതിഷേധങ്ങൾ നടക്കുന്നത്. സർവകലാശാല അധികൃതരാണ് ഇപ്പോൾ ഈ സമ്മേളനത്തിൻ്റെ സ്ഥലത്തേക്ക്, അതായത് ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയത്. രജിസ്ട്രാർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുകയും ഇത്തരത്തിൽ ഭാരതമാതാവിൻ്റെ ചിത്രം മാറ്റണം ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുക്കുന്ന
സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ രജിസ്ട്രാറോട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ എന്ത് കാരണമാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞപ്പോൾ സർവകലാശാല അനുശാസിക്കുന്ന നിയമാവലി ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ മതപരമായ ചിഹ്നങ്ങൾ പാടില്ല. അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുക. ഭാരതാംബയുടെ ചിത്രം എന്തിന് മാറ്റണമെന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകുന്നില്ല. അവിടെയാണ് തീർത്തും രാഷ്ട്രീയ പ്രേരിതമായ ഒരു ഇടപെടലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നത്, അല്ലേ? KP സുരേഷ്, കൃത്യമായും അത് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമ്മൾ തുടക്കത്തിൽ തന്നെ ഈ ചോദ്യങ്ങളെല്ലാം അദ്ദേഹത്തോട് ചോദിച്ചതാണ്, യൂണിവേഴ്സിറ്റി അധികൃതരോട് ചോദിച്ചതാണ്. പക്ഷേ ആ ചോദ്യങ്ങളിലൊന്നും കൃത്യമായ ഒരു ഉത്തരം നൽകുവാൻ അദ്ദേഹം അവിടെ നിന്ന് തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെയാണ് ഈ ഭാരതമാതാവിൻ്റെ ചിത്രം നീക്കം ചെയ്യണമെന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഈ നിലപാടിപ്പോൾ എടുക്കുന്നതിൻ്റെ ഒരു കാരണം കൂടി, രജിസ്ട്രാറിൻ്റെ ഭാഗത്ത് ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നതിൻ്റെ കൂടി കാരണം രാഷ്ട്രീയ പ്രേരിതം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരമൊരു സമീപനം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. നിലവിലൊരു പശ്ചാത്തലം നിൽക്കുന്നു. അതും ഈ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയിലാണ് ഈ പരിപാടിക്കെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ സർവകലാശാല അധികൃതർ കൂടി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. VC ഇതിൽ നേരത്തെ നിലപാടെടുത്തിരുന്നു. അതായത് ഈ പരിപാടിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഇത്തരം ചിഹ്നങ്ങൾ സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ അത് സംഘാടകരുടെ ചുമതലയാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ സർവകലാശാല സിൻഡിക്കേറ്റ് ആണ് ഇതിന്, ഇടതുപക്ഷത്തിൻ്റെ സിൻഡിക്കേറ്റാണ് ഇതിന് യഥാർത്ഥത്തിൽ നിൽക്കുന്നൊരു സമീപനം ചെയ്യുന്നത്. അവർ ഈ പരിപാടിക്ക് മുൻപ് തന്നെ ഈ സർവകലാശാലയിൽ നിന്നും ഇത് ചിത്രം ഭാരതമാതാവിൻ്റെ നീക്കം ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും മുന്നോട്ട് നിൽക്കുകയും അതിന് ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് നീക്കം ചെയ്യാതെ പരിപാടി സംഘടിപ്പിക്കുവാൻ സമ്മതിക്കില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ സർവകലാശാലയുടെ അധികൃതർ എടുത്തിരിക്കുന്നത്. വലിയ രീതിയിൽ പുറത്ത് പ്രതിഷേധങ്ങളും ഈ രീതിയിൽ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് SFI DYFI പ്രവർത്തകരുണ്ട്, മറുഭാഗത്ത് BJP പ്രവർത്തകരും അതോടൊപ്പം തന്നെ ABVP പ്രവർത്തകരടക്കം സർവകലാശാലയ്ക്ക് മുൻപിൽ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ രീതിയിലൊരു പ്രശ്നങ്ങൾ ബോധപൂർവ്വം സൃഷ്ടിച്ചെടുക്കുകയാണോ ഇതിൻ്റെ പിന്നിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട അടിയന്തരാവസ്ഥയുടെ 50 ആണ്ടുകൾ പിന്നിടുന്ന സാഹചര്യത്തിൽ സർവകലാശാലയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആ പരിപാടിക്ക് എതിരെ നിലപാടെടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അല്ലെങ്കിൽ തന്നെ ഇതൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഒരു ശ്രീ പത്മനാഭ സേവാ സമിതി എന്നൊരു സംഘടനയാണ്. അവരുടെ പേരിൽ നടത്തുന്ന പരിപാടിയാണ്, മറ്റ് ഔദ്യോഗിക പരിപാടികളൊന്നുമല്ല. ഇത് ഈ സ്ഥലം മാത്രം, ഈ സെനറ്റ് ഹാൾ മാത്രം എടുത്തുകൊണ്ടുള്ള പരിപാടി നടത്തുകയാണ്. അപ്പോൾ ആ പരിപാടി നടത്തുമ്പോൾ അവിടെ പരിപാടി നടത്തുന്ന സംഘടനയ്ക്കാണ് പൂർണ്ണ ഉത്തരവാദിത്തം എന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റി അധികൃതർ ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെയും പലതവണ രജിസ്ട്രാറോട് ചോദിച്ചെങ്കിൽ പോലും ആ വിഷയത്തിൽ ഒരു കൃത്യമായ ഉത്തരം നൽകുവാനോ പ്രതികരിക്കുവാനോ തയ്യാറായിരുന്നില്ല. ഇപ്പോഴും ഈ രജിസ്ട്രാർ ഈ സ്ഥലത്ത്, അതായത് വേദിയിൽ തന്നെ നിലകൊള്ളുന്ന ഒരു സാഹചര്യമാണ് നിലവിലുമുള്ളത്. ഒരു ഭാഗത്ത് പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ മറുഭാഗത്ത് ചിത്രം ഭാരതമാതാവിൻ്റെത് മാറ്റാതെ പരിപാടി നടത്തുവാൻ അനുവദിക്കില്ല എന്ന ഒരു നിലപാട് കൂടിയാണ് സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് രജിസ്ട്രാറും അതോടൊപ്പം തന്നെ സിൻഡിക്കേറ്റും എടുത്തിരിക്കുന്നത്. മറ്റ് ശ്രീ പത്മനാഭ സേവാ സമിതി എന്ന ഒരു സംഘടന സംഘടിപ്പിക്കുന്ന അടിയന്തരാവസ്ഥയുടെ 50 ആണ്ട് പിന്നിടുന്ന സാഹചര്യത്തിലാണ് ഈ സെനറ്റ് ഹാളിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിക്കുന്ന പരിപാടിക്കെതിരെയാണ് ഇപ്പോൾ സർവകലാശാല അധികൃതർ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഭാരതമാതാവിൻ്റെ ചിത്രം സ്ഥാപിച്ചുകൊണ്ട് പരിപാടി നടത്തുവാനായിരുന്നു പരിപാടി സംഘടിപ്പിക്കാൻ പരിപാടിക്ക് സ്ഥലത്ത് ഭാരതമാതാവിൻ്റെ ചിത്രം സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ആ ചിത്രത്തിനെതിരെയാണ് ഇപ്പോൾ സർവകലാശാല അധികൃതർ രംഗത്ത് വന്നിരിക്കുന്നത്. മാറ്റി സ്ഥാപിക്കണം എന്നൊരു നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്.